ചങ്ങായിമാരെ നമ്മളെ BJP-ന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരനും സംഖ്യയൊക്കെ ഉണ്ടല്ല കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് നമ്മളെ നിശ ചേച്ചിനെ പോയിട്ട് വീണ്ടും ചൊറിഞ്ഞ് നമ്മളെ നിശ ചേച്ചി ഉണ്ടല്ല ചന്ദ്രശേഖരൻ മുതലാളിനെയും സംഖ്യകളൊക്കെ ഉണ്ടല്ല വീണ്ടും കണ്ടം വഴി ഓടിച്ച്. ഞാൻ 2 ദിവസം മുന്നേ നമ്മൾ നിശ ചേച്ചി ചെയ്തൊരു വീഡിയോ ഉണ്ടല്ല അത് ഷെയർ ചെയ്തിരുന്നു. അതിൽ നമ്മൾ നിശ ചേച്ചി ഉണ്ടല്ല ചന്ദ്രശേഖരൻ മുതലാളി ഇലക്ഷന് കാണിച്ച സ്വത്ത് വിവരമില്ലേ, ആ സ്വത്ത് വിരുദ്ധ നടത്തിയ മൊത്തം തട്ടിപ്പുണ്ടല്ല അതൊക്കെ പുറത്ത് പറഞ്ഞിരുന്നു. അതോടുകൂടി നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിയുടെ തട്ടിപ്പ് മൊത്തം മലയാളികൾ മനസ്സിലാക്കി നിറഞ്ഞപാട് നമ്മളെ സംഘികളും പിന്നെ ചന്ദ്രശേഖരൻ മുതലാളിന്റെ കൂലിപ്പടയാളികളില്ലേ അവരൊക്കെ പോയിട്ട് നമ്മൾ നിശ ചേച്ചിന്റെ പോസ്റ്റ് പോയിട്ട് തെറിവിളിയോട് തെറിവിളി, നിശ ചേച്ചീന ഒരേ തെറിവിളി. നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിയും സംഘികളും വിചാരിച്ച് ഇമാതിരി തെറി വിളിച്ചെങ്കില് നിശ ചേച്ചി ഉണ്ടല്ല പിന്നെ വീഡിയോ ചെയ്യില്ല, നിശ ചേച്ചി പേടിച്ച് എവിടെയും കൊളിക്കുന്നു. പക്ഷെ നമ്മളെ നിശ ചേച്ചി ഉണ്ടല്ല ആദ്യം ചെയ്ത വീഡിയോക്കാളും ആദ്യം ചന്ദ്രശേഖരൻ മുതലാളിനെ കണ്ടം വഴി ഓടിച്ചില്ലേ അതിലും മനോഹരമായിട്ട് രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ട് വീണ്ടും നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിനെ വീണ്ടും മനോഹരമായിട്ട് കണ്ടം വഴി ഓടിച്ച്. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നിശ ചേച്ചിന്റെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കണ്ടു കഴിഞ്ഞാല് നിങ്ങളുടെ സമയം ഉണ്ടല്ല ഒരിക്കലും വേസ്റ്റ് ആവൂല. എന്തായാലും നമുക്ക് സംഖ്യയുടെ എല്ലാമായ ചന്ദ്രശേഖരൻ മുതലാളിനെ നിശ ചേച്ചി രണ്ടാമതും കണ്ടം വഴി ഓടിക്കുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത രാജീവ് ചന്ദ്രശേഖറിന്റെ നുണവാക്മൂലം എന്ന വീഡിയോയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. പക്ഷെ അതിന് താഴെ BJP-ക്കാർ വന്ന് അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. അപൂർവം ചില BJP-ക്കാർ പറഞ്ഞു സ്വത്തൊക്കെ കാണിച്ചിരിക്കുന്നത് തട്ടിപ്പായിരിക്കാം, പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വികസനത്തെ കുറിച്ചല്ലേ, അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. എന്നാൽ പിന്നെ വികസനത്തെ കുറിച്ച് ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിചാരിച്ചു. രാജീവ് ചന്ദ്രശേഖർ 18 വർഷം MP ആയിരുന്ന ബാംഗ്ലൂരിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2006 മുതൽ ഇദ്ദേഹം രാജ്യസഭാ MP ആണ്. കാശ് മേടിച്ച സീറ്റ് വിൽക്കുന്ന HD ദേവഗൌഡയുടെ ജനതാദളിലൂടെയാണ് രാജീവും രാജ്യസഭയിലെത്തുന്നത്. പക്ഷെ പിന്നീട് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹം BJP-യിലേക്ക് അടുക്കാൻ തുടങ്ങി. അവസാനം രാജ്യസഭാ സീറ്റിന്റെ കാലാവധി തീരാറായപ്പോൾ 2018 മാർച്ച് 12-ന് രാജീവ് BJP-യിൽ ചേർന്നു. പാർലമെന്റ് ഇലക്ഷനിൽ ശശി തരൂരിനെതിരെ പരാജയപ്പെട്ടതിന്റെ പിറ്റേന്ന് വൈകിട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചു എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ BJP-ക്കാർ കണ്ണടച്ച് ചീത്ത പറഞ്ഞപ്പോൾ ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങി. ഈ അവസരവാദിയാണ് കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ പോയാൽ ആദ്യം ഇറങ്ങുന്ന സ്റ്റോപ്പ് മടിവാളയായിരിക്കും. ആ റോഡിന്റെ മറുവശത്തുള്ള സ്ഥലമാണ് കോറമംഗല. അവിടെയാണ് കോറമംഗല സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ആശുപത്രി. സെയിന്റ് ജോൺസ് മുതൽ ഔട്ടർ റിംഗ് റോഡ് വരെ 4.5 കിലോമീറ്റർ ദൂരമാണ്. ഇത് താണ്ടാൻ ഇന്ന് ഏകദേശം 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. ശരിക്കും 5 മിനിറ്റ് മാത്രം മതി ഈ ദൂരം കവർ ചെയ്യാൻ. അതിന്റെ കാരണം നമ്മുടെ രാജീവ് ചന്ദ്രശേഖറാണ്. 2011 അന്നത്തെ BJP സർക്കാർ, അതായത് യെഡിയൂരപ്പ സർക്കാർ, ഈ റോഡിലെ ട്രാഫിക് പ്രശ്നം തീർക്കാൻ 120 കോടി മുടക്കി ഒരു പദ്ധതി കൊണ്ടുവന്നു. കോറമംഗല വാട്ടർ ടാങ്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു അണ്ടർപാസ്, കൃപാനദി കോളേജ് ജംഗ്ഷനിലെ ഒരു ഫ്ലൈ ഓവർ, വിപ്ലവ് പാർക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു അണ്ടർപാസ്, പിന്നെ തൊട്ടടുത്ത ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ, അതായത് ഒരു സിഗ്നൽ ഫ്രീ കോറിഡോർ. ഈ പദ്ധതി ടെൻഡർ എടുത്ത് പണി തുടങ്ങി. സെയിന്റ് ജോൺസ് ആശുപത്രിയുടെ മുന്നിൽ റോഡിൽ കുഴിയെടുത്തു. തൊട്ടടുത്ത വിപ്ലവ് പാർക്ക് ജംഗ്ഷനിലും കുഴിച്ചു. ഈ സമയത്ത് നമ്മുടെ മഹാനായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, ഈ പദ്ധതി അശാസ്ത്രീയമാണ്, ഇത് വന്നാൽ വലിയ പ്രശ്നമാണ്, ഇത് BJP-യുടെ അഴിമതിയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിലുള്ള കോറമംഗല 3rd ബ്ലോക്ക് റെസിഡൻസ് അസോസിയേഷനെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചു. ഇയാളുടെ TV ചാനലിലും പത്രത്തിലും അത് വലിയ സംഭവമാക്കി. കോടതിയിൽ പൊതു താൽപര്യ ഹർജി കൊടുത്തു. ആ പദ്ധതി പൂട്ടിച്ചു. മൂപ്പരുടെ 200 കോടിയുടെ കൊട്ടാരം ഈ കൃപാനദി കോളേജ് ഫ്ലൈ ഓവറിന്റെ 100 മീറ്റർ അടുത്താണ് കേട്ടോ. അതാണോ കാരണം എന്നറിയില്ല. എന്തായാലും മൂപ്പർക്ക് പദ്ധതി ഇഷ്ടമായില്ല. ആ റോഡ് അങ്ങനെ കുഴിയായി 1.5 വർഷം കടന്നു. പിന്നീട് സിദ്ധരാമയ്യ സർക്കാരാണ് റോഡിന്റെ വീതി കൂട്ടി ശരിയാക്കിയത്. സൗത്ത് ബാംഗ്ലൂരിലുള്ള മലയാളികൾ ഇന്ന് ഇതേ റോഡിൽ ട്രാഫിക്കിനെ ശപിച്ച് യാത്ര ചെയ്യുമ്പോൾ മറക്കാതെ ഓർക്കുന്ന മുഖം നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ്. തീർന്നില്ല. അന്ന് BJP-യുടെ പദ്ധതിയാണ് രാജീവ് മുടക്കിയതെങ്കിൽ പിന്നീട് കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് അദ്ദേഹം മുടക്കിയത്. അതിനെക്കുറിച്ചും പറയാം. സിദ്ധരാമയ്യ സർക്കാർ 2016 കൊണ്ടുവന്ന പദ്ധതിയാണ് ബാംഗ്ലൂർ എയർപോർട്ട് റോഡിൽ ഹെബ്ബാൾ മുതൽ സിറ്റിയുടെ നടുക്ക് ചാളുക്യ സർക്കിൾ വരെ നീളുന്ന 7 കിലോമീറ്റർ നീളമുള്ള 6 വരി സ്റ്റീൽ ഫ്ലൈ ഓവർ പദ്ധതി. സ്റ്റീൽ ഉപയോഗിച്ചാൽ 2 വർഷത്തിനുള്ളിൽ പണി തീർക്കാം. ഏകദേശം 1700 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇത് മുടക്കാൻ രാജീവ് ഉപയോഗിച്ചത് ഇയാളുടെ നമ്മ ബാംഗ്ലൂരു ഫൗണ്ടേഷൻ എന്ന NGO ആണ്. കാരണം പറഞ്ഞതാണ് തമാശ. ഈ പദ്ധതി വന്നാൽ കുറെ മരം മുറിക്കേണ്ടി വരുമത്രേ.
കോൺഗ്രസിന് 10% കമ്മീഷൻ അടിക്കാനാണ് ഈ പദ്ധതി എന്നും ആരോപിച്ചു. പിന്നെ എല്ലാവരും കൂടി മരങ്ങളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു, സിനിമാ താരങ്ങളെ ഇറക്കി കരയിക്കുന്നു, ഇദ്ദേഹത്തിന്റെ ന്യൂസ് ചാനലിലൂടെ പ്രതിഷേധം ആളിക്കത്തിക്കുന്നു. അവസാനം LNTക്ക് കരാർ കൊടുത്ത പണി തുടങ്ങിയ ഈ പദ്ധതിയും രാജീവ് പൂട്ടിച്ചു. അന്ന് ബാംഗ്ലൂർ മലയാളികൾ രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്ത പേരാണ് തുരപ്പൻ രാജീവ് എന്ന്. ഇന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് സിറ്റിയിലേക്ക് വരാൻ 1.5 മുതൽ 2 മണിക്കൂർ വരെ എടുക്കും. സ്വന്തം വിമാനമുള്ള രാജീവ് ചന്ദ്രശേഖറിന് അതൊരു പ്രശ്നമല്ല. പക്ഷെ ഒരുപാട് സാധാരണക്കാരുടെ ഒരു ദിവസത്തെ 3 മണിക്കൂർ വരെ ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. സമയത്തെത്താൻ കഴിയാതെ ഒരുപാട് പേരുടെ ഫ്ലൈറ്റും ട്രെയിനും മിസ്സാകുന്നുണ്ട്. ബ്ലോക്കിൽപ്പെട്ട ഒരുപാട് രോഗികൾ ആംബുലൻസിൽ കിടന്ന് മരിച്ചു. ഇതൊന്നും രാജീവ് ചന്ദ്രശേഖറിന് ഒരു പ്രശ്നവുമല്ല. ഇപ്പോൾ DK ശിവകുമാർ അവിടെ 17 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് ടണൽ പ്രോജക്റ്റ് കൊണ്ടുവന്നു, മടിവാള മുതൽ ഹെബ്ബാൾ വരെ. അതിനെതിരെ സംഘികൾ പറയുന്ന ന്യായം 15 മീറ്റർ അടിയുള്ള മരത്തിന്റെ വേര് മുറിയുമെന്നാണ്. സംഘമിത്രങ്ങളെ നിങ്ങൾക്ക് വയറ് നിറഞ്ഞു എന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ വീണ്ടും എന്നെ ചീത്ത വിളിക്കൂ. ഒരു വീഡിയോ കൂടി ചെയ്യാൻ എനിക്കത് പ്രചോദനമാകും. പ്രിയപ്പെട്ട നേമം നിവാസികളെ, രാജീവ് ചന്ദ്രശേഖർ നിങ്ങളുടെ അടുത്ത വോട്ട് തേടി വരുമ്പോൾ ബാംഗ്ലൂരിൽ അദ്ദേഹം ചെയ്ത ഈ വികസന പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചു നോക്കണം. ഗംഗ നാഗവല്ലിയാകുന്നത് നേരിട്ട് കാണാം. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാൻ നട്ടലില്ലെന്നറിയാം. പക്ഷേ ഈ വീഡിയോ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്കാവും. അതുകൊണ്ട് തുരപ്പന്മാരെ കേരളത്തിന്റെ പടിക്ക് പുറത്ത് നിർത്തൂ. ജയ് ഹിന്ദ്. എന്തിന്റെ ആവശ്യമായിരുന്നു സംഘികളെ നിങ്ങൾക്ക്? നിങ്ങൾ പോയിട്ട് വെറുതെ നമ്മളെ നിശചേച്ചിനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് നിങ്ങളെ ചന്ദ്രശേഖരൻ മുതലാളിയുടെ ചീട്ടും പൊത്തകവും മൊത്തം കീറിക്കളഞ്ഞില്ലേ? ഇനി നിങ്ങളെ ചന്ദ്രശേഖരൻ മുതലാളി ഇതിൽ കൂടുതൽ നാറാൻ എവിടെയെങ്കിലും ബാക്കിയുണ്ടാവും. നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളി ഒരു കാലത്ത് ബാംഗ്ലൂരിൽ കാണിച്ചു കൂട്ടിയ വീരശൂര ഉഡായിപ്പ് പരാക്രമങ്ങൾ എല്ലാരും കേട്ടല്ലോ. മുതലാളിയുടെ ആ പരാക്രമം ഉണ്ടല്ലോ, വീരശൂര ഉഡായിപ്പ് പരാക്രമം, അവിടെ സഹിക്കാൻ പറ്റാതെ ബാംഗ്ലൂരുകാർക്ക് സഹിക്കാൻ പറ്റാതെ ബാംഗ്ലൂരുകാർ കണ്ടംപടി ഓടിച്ചതാണ് ചന്ദ്രശേഖരൻ മുതലാളി. അങ്ങനെ കണ്ടംപടി ഓടി എത്തിയത് നമ്മളെ മുതലാളി നമ്മളെ കേരളത്തിലായിപ്പോയി. നമ്മളെ കഷ്ടകാലത്തിന് നമ്മളെ കേരളത്തിലായിപ്പോയി. ഈ മുതലാളിയാണ് നമ്മളെ കേരളത്തിൽ വന്നിട്ട് തള്ളുന്നത്. കേരളത്തിൽ എന്തൊക്കെയോ ആക്കുമെന്ന്, എന്തൊക്കെയോ ഉണ്ടംപൊരിയാക്കുമെന്ന്. ചന്ദ്രശേഖരൻ മുതലാളി സംഘടൊക്കെ സ്ഥിരം പറയുന്ന തള്ളുണ്ടല്ല, കേരളത്തിലെ അങ്ങ് വളർത്തും, കേരളത്തിനെ അങ്ങ് വളർത്തുന്നു. ആ വളർത്തല് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആമ വളർത്താൻ വേണ്ടി കേരളത്തിനെല്ലാം വളർത്തുക, ആമകളെയും മൂട്ടകളെയാണ് ഇവര് വളർത്താൻ തരുക. എന്തായാലും നിശ ചേച്ചി പറഞ്ഞില്ലേ, അത് വളരെ കറക്റ്റാണ്. എന്നാലും നിശ ചേച്ചി നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ ചെറിയൊരു തിരുത്ത് വരുന്നുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞത് നിയമത്തിന്റെ കാര്യം മാത്രമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നിയമത്തിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഈ ചന്ദ്രശേഖരൻ ഉടായിപ്പ് മുതലാളി ഇറക്കിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ടല്ല, കെട്ടിവെച്ച കാശ് പോലും കൊടുക്കാതെ സംഘി സ്ഥാനാർത്ഥികളെ മൊത്തം നമ്മൾ മലയാളികൾ തോപ്പിച്ചിരിക്കണം. കാരണം നമ്മുടെ കേരളത്തിന് വേണ്ടത് വികസനം മാത്രമല്ല, വർഗീയതയില്ലാത്ത, കലാപമില്ലാത്ത മനോഹരമായ വികസനമാണ് നമ്മളെ കേരളത്തിന് വേണ്ടത്. അതുകൊണ്ട് സ്വന്തം അമ്മയ്യപ്പനെ പറ്റിച്ച ലെവലെപ്പോഴത്തെ ഉടായിപ്പുകളാ നമ്മൾ കേരളത്തിന് കണ്ടം വഴി ഓടിക്കണം, കണ്ടം വഴി ഓടിച്ചിരിക്കണം. അപ്പൊ ഒരിക്കൽ കൂടി നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിന്റെ മൊത്തം ഉടായിപ്പുകൾ പുറത്തു കൊണ്ടുവന്ന നിശ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.